ഷാജിട്ടാ, നമസ്കാരം ഷാജിട്ടാ. ആ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമുക്ക് സാധാരണക്കാരന് ഇഷ്ടമുള്ള CPM നേതാവ് സീതാറാം യെച്ചൂരി അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. CPM ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര നേതൃത്വം പോകുന്നു. ശരിക്കും കേരളത്തിലെ CPM പൊളിറ്റിക്സിലെ ഒരു റഫറി ആയിരുന്നു സീതാറാം യെച്ചൂരി. എന്തൊക്കെയായിരിക്കും കേന്ദ്രത്തിലും കേരളത്തിലും സീതാറാം യെച്ചൂരിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത്? ഒന്ന് ചുരുക്കി പറയാമോ? അല്ല, ഇതിനകത്തൊരു ഒരു ഒരു വിഷയമായി ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, സീതാറാം യെച്ചൂരി ഇപ്പൊ കഴിഞ്ഞ 3 പാർട്ടി കോൺഗ്രസുകളിലായി, 4ാമത്തെ പാർട്ടി കോൺഗ്രസ് വരാൻ പോകും. ഈ പാർട്ടി കോൺഗ്രസുകളിലായി 2 പാർട്ടി കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ ലൈൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ജനാധിപത്യ പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ രൂപീകരിക്കാനിരിക്കുന്ന ഒരു വിശാല മുന്നണിയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വളരെ സമർത്ഥമായും വളരെ ബുദ്ധിപരമായും അത് ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന ഒറ്റ സ്റ്റേറ്റ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് ഏതാണെന്ന് പറഞ്ഞാൽ അത് കേരളമാണ്. അതിന് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാല് അതിശക്തമായ കോൺഗ്രസ് വിരോധമെന്ന രാഷ്ട്രീയത്തിന്റെ മേലെ, അതായത് വളരെ പ്രിമിറ്റീവായ ഒരു ആശയം, വളരെ പ്രിമിറ്റീവായിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈനാണത്. ആ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇവിടെ കൊണ്ടുവരികയും അതുവഴി അവരുടെ കച്ചവട സാധ്യതകൾ ബാർഗെയിൻ ചെയ്ത് നിലനിർത്താനും അതോടൊപ്പം തന്നെ അത് വളരെ പരസ്യമായ ഒരു BJP ബാന്ധവത്തിലേക്ക് അത് ഡെവലപ്പ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഇന്ന് നമുക്കത് പകൽ പോലെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യെച്ചൂരിയുടെ മരണം നിർമ്മിച്ചിരിക്കുന്ന ഉണ്ടാക്കിയിട്ടുള്ള വലിയ ശൂന്യത, വലിയ പ്രതിസന്ധി ആ പാർട്ടിക്കകത്ത് ഉണ്ട് എങ്കിൽ പോലും യെച്ചൂരി പിന്തുടർന്നു വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈനിൽ നിന്ന് ഭിന്നമായ ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇനി പാർട്ടിക്ക് പോകാൻ സാധ്യതമാവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അങ്ങനെ വരാനേ വഴിയുള്ളത്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇത് രണ്ടാമത് വരുന്നത്. അല്ലാതെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബംഗാളാണ്. ഒരു 10-34-35 വർഷക്കാലത്തോളം ഭരിച്ചിരിക്കുന്ന ബംഗാളിനകത്ത് ഒരു മരുന്നിന് പോലും ഒരു MLA പോലും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടിയാണ് നിലംപരിച്ചായി നിലത്തടിച്ചു പോകുന്നത്. മറുഭാഗത്ത് വരുന്നത് ത്രിപുര. ഈ ത്രിപുരയുടേതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഷയം. ത്രിപുര എന്താണെന്ന് വെച്ചാൽ BJP സ്വീപ്പിംഗ് വിക്ടറിയാണ് BJP നടത്തിയത്. അതെന്തായാലും ഒരു ഫ്ലഡ് വന്ന കൂടിയാണ് സംഭവം. ഒരു വളരെ പെട്ടെന്ന് വന്ന് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇപ്പൊ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു രണ്ട് പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ ഇല്ലാതാക്കി എന്ന് പറയുന്ന പോലെ വരാവുന്ന വളരെ പെട്ടെന്ന് വന്നതല്ല ശരിക്കത്. എന്നാൽ മറിച്ചെന്താ സംഭവിച്ചത് അങ്ങനെയാണ്. അവരത് വരുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി പരിവാറിന്റെ നേതൃത്വത്തിലുണ്ടാക്കുന്ന വനവാസി ഓർഗനൈസ്ഡ് ഫോമുകൾ പോലുള്ള വളരെ സൂക്ഷ്മമായി വർക്ക് ചെയ്യുന്ന അവരുടെ ആദിവാസി ഭാഷ പഠിച്ച് അവരവിടെ താമസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന സമയത്ത് വാസ്തവത്തിൽ പാർട്ടി ലീഡർഷിപ്പിൽ അറിഞ്ഞിരുന്ന മുന്നണി ലീഡർഷിപ്പിൽ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്രമാത്രം നിരുത്തരവാദപരമായിരുന്നു എന്നില്ല. അപ്പൊ അതിന്റെ എല്ലാം കൂടെ അത് വലിയ പഠനത്തിന് വിധേയമാക്കുന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ എല്ലാം ഉണ്ടായിരിക്കുന്ന സംഭവം വന്നപ്പോ BJP പവറിൽ വന്നപ്പോ അധികാരം തിരിച്ചു പിടിച്ചപ്പോ അവർ പിടിച്ചെടുത്തപ്പോ നരേന്ദ്രമോദി അവിടെ നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് അഗർത്തലയിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്താന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ, ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും എന്താ പറയാ വിപ്ലവകരമെന്ന് പറയാവുന്ന ഒരു ചേഞ്ചാണ് വാസ്തവത്തിൽ ഈ ത്രിപുരയിൽ ഞങ്ങൾ വരുത്തിയത് എന്നാണ്. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുമ്പിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയർത്തിയിട്ടുള്ള വലിയ ഒരു വിഷയവും ഒരു വലിയ ചോദ്യചിഹ്നവുമാണ്. ഇതാണ് വാസ്തവത്തിൽ CPM എന്നൊരു പാർട്ടിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ഒരു അനുഭവ പാഠം എന്നുള്ളത്. ഈ അനുഭവ പാഠത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ മിസ്റ്റർ വിജയനും ലിമിറ്റഡ് കമ്പനിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങൾ അങ്ങേയറ്റം നിരുത്തരവാദപരമായി ഒരു പാർട്ടിയെ കംപ്ലീറ്റ് അതിന്റെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ബോധപൂർവമായിരിക്കുന്ന ശ്രമങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഇനി ഒരിക്കലും തന്നെ ഈ പറയുന്ന ഒരു സംഭവത്തിന് ഒരു പൊളിറ്റിക്കൽ വാല്യൂവും ഒരാളും കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. സത്യത്തിൽ അയാൾ വീണ് കഴിഞ്ഞു എന്നാണ്. രാഷ്ട്രീയമായിട്ട് അയാൾ വീണ് കഴിഞ്ഞു. ഇനി അയാൾ നിൽക്കാൻ ശ്രമിക്കുന്നത് ഈ പാർട്ടിയുടെ സംഘടനാ മിഷണറി ഉപയോഗിച്ചുകൊണ്ട് അയാളുടേതായിരിക്കുന്ന സ്വത്ത്, അയാളുടേതായിരിക്കുന്ന അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് ഇവിടെ കോംപ്രമൈസ് അല്ലാതെ വേറെ ഒരു വർക്കും അതിനകത്ത് ചെയ്യാനില്ല. ഇതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു ദിവസം അയ്യപ്പദാസരോട് തന്നെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്ന ഈ സംഭവത്തിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഒരു രാഷ്ട്രീയമില്ല, അത് വെറും കച്ചവടം മാത്രമാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ
ഇനിയിപ്പോ നിങ്ങൾ മറ്റൊരു പക്ഷത്തെ എടുത്തു നോക്കൂ. കേരളത്തിൽ നിന്ന് ഇയാൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു കേറുടെ പേര് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കേറുടെ പേര് പറയാം. ഒറ്റ കേടറില്ല ഇല്ല എന്ന് ഞാൻ ഷാജി ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ വ്യക്തിപരമായ വൈദ്യുതിയാതന ബുദ്ധിയുടെ ഒരു കേടറെ പോലും ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിനകത്ത് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. നേരത്തെ അയാൾ കണ്ണൂർ ജില്ലയിലെ ലീഡർഷിപ്പിലുള്ള സമയത്ത് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പിണറായി എന്ന ഒരു അച്ഛയാണ് അയാൾക്ക് വളർത്താനും കഴിഞ്ഞില്ല. അയാൾ വളർത്തിയതെല്ലാം തന്നെ അയാൾക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന കുറെ ആളുകളെ മാത്രമാണ്. വേറൊന്നുമല്ല. അതായത് ബുദ്ധി, വിവരം, വിവേകം, സൂക്ഷ്മബുദ്ധി, പൊതുജനങ്ങളോട് മാന്യമായി ഇടപെടുക, പഠിക്കുക, മാർക്സിസത്തിന്റെ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കുന്ന താല്പര്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വരാവുന്ന ഒരാളെ പോലും ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് കേരളത്തിൽ നിന്ന് ഒരു കാരണവശാലും അതിനൊരു അഖിലേന്ത്യാ തലത്തിലുള്ള ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഒരാളും ഇല്ല എന്ന് ഖണ്ഡിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് മാറ്റിയുള്ള ഒരൊറ്റ ആരും ഞാൻ ഈ കേരളത്തിൽ ഇപ്പം നിലവിലില്ല. പിന്നെ അതിനകത്ത് നമ്മൾ പറയാവുന്ന പേരുകളുടെ വിഷയങ്ങൾക്ക് തന്നെ ഭാഷാപരമായ പരിമിതികൾ വളരെ പ്രധാനമാണ്. ഭാഷാപരമായ പരിമിതി വളരെ വളരെ പ്രധാനമാണ്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് അത് വളരെ ഫ്ലുവന്റ് ആയിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ അവിടെ പോയിട്ട് ബബ്ബെ പറഞ്ഞാലും സംഗതി നടക്കൂല. കാരണം അതായത് ഇത് വരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഡയലോഗുകൾ വികസിപ്പിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയാണ് നമ്മുടെ. ഇവിടെ പറയുന്ന റവല്യൂഷൻ എന്ന് പറയുന്ന സംഭവത്തിലുള്ള സ്പേസുകളെല്ലാം തന്നെ ഒരു പരിധിവരെ നമുക്ക് ദുർബലമാക്കപ്പെടുകയോ അല്ലെങ്കിൽ അസ്തമിച്ച് തുടങ്ങുകയോ ചെയ്തിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ജനാധിപത്യപരമായി നടക്കേണ്ടിയിരിക്കുന്ന വലിയ സംവാദങ്ങൾ, വലിയ ഡയലോഗുകൾ, ഈ ഡയലോഗുകളിലൂടെ വരുന്ന ഒരു തെളിച്ചമുണ്ട്. ഈ തെളിച്ചത്തിന് പറ്റിയിരിക്കുന്ന ഒരു ലീഡർഷിപ്പും അതിന് പറ്റിയിരിക്കുന്ന ഒരു സെക്രട്ടറിയുമാണ് വാസ്തവത്തിൽ. അതിന് പറ്റിയിരിക്കുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു വാസ്തവത്തിൽ ആര്? ഈ സീതാറാം യെച്ചൂരി. അതുകൊണ്ട് യെച്ചൂരിക്ക് എന്താ ഇയാളുടെ സർവ്വകള്ളത്തരങ്ങളും വളരെ ഭംഗിയായി അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാല് അതിനെ അയാൾക്ക് വളരെ കൃത്യമായി നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ റഫറി എന്നുള്ള ഒരു പ്രയോഗങ്ങൾ ഉപയോഗിച്ചു വളരെ ഭംഗിയായി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ്. ഇനി ഉറപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പറയാം, ഇനി വരുന്ന അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ഒരു കാരണവശാലും ഇയാളുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല ഇനി വരിക. ഞാനിപ്പോ അത്രയും പറയുന്നുള്ളൂ. വരിക ഒരിക്കലും അങ്ങനെയുള്ള ഒരാൾ വരില്ല. ഇത് വരാതിരിക്കുന്നതിന് മുമ്പിലുള്ള പൂർവോപാധിയായിട്ടാണ് ഞാൻ പറയുന്നത്. ത്രിപുരയിൽ വന്നിട്ടുള്ള ഈ BJPയുടെ അതിശക്തമായിരിക്കുന്ന ഒരു ഷിപ്പിംഗ് വിക്ടറി ഉണ്ട്. ആ വിക്ടറി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയും പാഠവുമാണ്. ഈ വെല്ലുവിളിയുടെ അനുഭവ പാഠത്തിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള CPMന്റെ ആൾക്കാർ വളരെ ഗൗരവപരമായി പരിശോധിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പരിശോധിക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ലാതാക്കുകയാണ് ഇത്. എന്നിട്ട് ആ വിഷയത്തെ കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്ത് വേറൊരു തരത്തിൽ കൊണ്ടുപോയി അയാളുടേതായിരിക്കുന്ന താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ അയാൾ കുറെ എന്താ പറയാ മതപണ്ഡിതന്മാരെ കൂട്ടി ഇങ്ങനെ. പക്ഷെ അതുപോലും അതായത് ചീറ്റി പോവുകയാണ് ചെയ്തത്. കാരണം അതെന്താണ് എക്സ്പോസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ഇങ്ങനെ വരുന്ന ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് തീർച്ചയായും കേരളത്തിൽ നിന്ന് ഒരാൾ വരില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇയാൾ സിൽബന്ധികളുടെ ഗണത്തിൽപ്പെടുന്ന ഒരൊറ്റയാളും അഖിലേന്ത്യാ തലത്തിൽ വരാൻ ഇനി വരികയുമില്ല. അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ യെച്ചൂരിയെ പോലെ ഇതിങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല ഇനി വരുന്നത്. നിശ്ചയമായി ഞാൻ പറയാണ്, ഞാൻ അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. അയാൾ വളരെ കർക്കശക്കാരനായിരിക്കും. വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് പാർട്ടിയുടെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായമായിട്ട് അത് പ്രയോഗിക്കുന്ന ആളുമായിരിക്കും. ഇങ്ങനെ പ്രയോഗിക്കാനുള്ള സാധ്യതയെ ഈ കേരളത്തിൽ നശിപ്പിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദനെ ഇവിടെ എന്താ പറയാ വെട്ടിവീഴ്ചയോടുകൂടിയാണ്. VSനെ ഇവിടെ വീഴ്ചയോടുകൂടിയിട്ടാണ് ഇയാൾ ഇതിനകത്തെ ഒരു വലിയ ഒരു വലിയ ശക്തനെന്ന് വിളിക്കാവുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. അത് VSനെ വീഴ്ത്തിയിട്ടാണ്. അത് മുഴുവൻ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല, പകരം ഈ ഗ്രൂപ്പുകളിലൂടെ അതോടൊപ്പം തന്നെ അനാവശ്യമായി ചെയ്തു കൊടുത്തിട്ടുള്ള ആപ്പീസ്മെന്റുകളിലൂടെ സ്വത്ത് സമ്പാദനത്തിലൂടെ അങ്ങനെയാണ് പല ജില്ലാ കമ്മിറ്റികളും ഇയാൾ പിടിച്ചെടുക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റിയെ പിടിച്ചെടുത്ത് സത്യത്തിൽ എന്തായി എന്ന് പറഞ്ഞാൽ VS ഉന്നയിച്ചിരിക്കുന്ന ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ കമ്മിറ്റികൾക്കകത്ത് പോലും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദുർബലമാക്കപ്പെട്ടു. ഇങ്ങനെ ദുർബലമാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇയാളുടെ ഈ തലതിരിഞ്ഞ ഒരു പൊളിറ്റിക്സ്. ആ ഒരു പൊളിറ്റിക്സ് ഇയാളിവിടെ കൊണ്ട് അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലമാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന വലിയ ബൂം ഉണ്ടാക്കി തീർത്തത് ഇയാളുടെ ഈ തലതിരിഞ്ഞ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. ഇത് വളരെ കൃത്യമായി തിരിച്ചറിയുന്നവരാണ് CPIMന്റെ സെൻട്രൽ ലീഡർഷിപ്പ്. പക്ഷേ അത് വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് ഇത് പറയാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലം തൊടാതെ പോവുകയും
തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്ത് ഘട്ടം വന്നതോടെ മറുപക്ഷത്തുണ്ടായിരിക്കുന്ന ന്യായവാദങ്ങൾക്ക് ഒരു സ്ഥിരീകരണമോ ഒരു വിശദീകരണമോ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവര് എന്താ പറയാ വാരിക്കുഴിയിൽ വീഴുകയും ചെയ്തു. അങ്ങനെ വാരിക്കുഴിയിൽ വീഴുകയും ചെയ്തപ്പോ ഇനി ഈ പഴയ ഓല വലിച്ചിട്ട് തന്റെ സർവൈവലിന് വേണ്ടുന്ന ഒരു ഓല വലിച്ചിട്ട് ഡൽഹി പോയിട്ട് അല്ലെ സെൻട്രൽ കമ്മിറ്റി പോയി ആധിപത്യം ചെലുത്തി കളയാവുന്ന പറയുന്ന അവസരം. അത് മാത്രവുമല്ല, ഒപ്പം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടല്ലോ, ADGPയുടെ ഈ പറയുന്ന വിവാദം. നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ADGPയുടെ അയക്കെ അന്വേഷിക്കാൻ SP-യെ ചുമതലപ്പെടുത്ത ഒരു തീരുമാനങ്ങളുടെയും ലോകത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വന്നപ്പോഴാണ് ADGP ആയിട്ട് അജിത് കുമാർ പറഞ്ഞത് തന്നെ ഇവര് ക്വസ്റ്റ്യൻ ചെയ്തത് പകരം ആര് ചെയ്തോട്ടെ തന്നെ DGP ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ എന്ന് പറയുന്നത്. ഇതുപോലും ആലോചിക്കാതെ പോയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ആഭ്യന്തര ഉപമന്ത്രി, അയാൾ എത്ര വിഡ്ഢിയാണ് വാസ്തവത്തിൽ, എത്ര വിഡ്ഢിയാണ്. അതല്ലെങ്കിൽ ഇയാളെ കൊച്ചാക്കാൻ വേണ്ടി ബോധപൂർവ്വം ചെയ്തതാണ്. പക്ഷെ അതിന് ADGP വളരെ കൃത്യമായിട്ട് മറികടക്കുകയും ചെയ്തു. അതിനോട് മറ്റൊരു ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അതിന് ഹിയറാർക്കിയുടെ പൊസിഷൻ കറക്റ്റ് ആകുകയും ചെയ്തു. പക്ഷെ വിഷയം കൂടിയല്ല വരുന്നത്. ഈ വിഷയത്തിനകത്ത് ഇയാൾ എടുത്തിരിക്കുന്ന കള്ളക്കളികൾ, ഇയാൾ എടുക്കുന്ന കുരുട്ടുബുദ്ധികൾ, അയാൾ വിടിച്ചിരിക്കുന്ന അനാവശ്യമായിരിക്കുന്ന കടുംപിടുത്തങ്ങൾ, അനാവശ്യമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയാണ്, അത് വേറെ വിഷയം. ഈ പറയുന്ന കുരുട്ടുബുദ്ധിയും ഈ കടുംപിടുത്തങ്ങളും എന്താണെന്ന് ഇയാളുടെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇയാളോട് മാനസികമായി അകലം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അകലം പാലിച്ചു തുടങ്ങിയിരിക്കുന്ന അവസ്ഥ വന്നതോടുകൂടി എന്തായി തീർന്നു എന്ന് പറഞ്ഞാല് തന്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഇയാൾ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇനി ഒരിക്കൽ പോലും ഇയാളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. കമ്മിറ്റിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇങ്ങനെ വരാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുമ്പോ ഈ സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇയാൾക്ക് ഈ പഴയ പ്രതാപം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബടായി വിട്ടിട്ട് ഇനി അങ്ങോട്ടേക്ക് അയാൾക്ക് പോവുക സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സെൻട്രൽ ലീഡർഷിപ്പ് ആലോചിക്കുന്നത് യേച്ചൂരി ഇപ്പോൾ നടപ്പിലാക്കി വന്നിട്ടുള്ള പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലൈൻ, അത് ഈ കണ്ണൂർ സമ്മേളനത്തിലടക്കം നടപ്പാക്കി വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ലൈൻ, ആ പൊളിറ്റിക്കൽ ലൈൻ ഇംപ്ലിമെന്റ് ചെയ്യുകയല്ലാതെ മറ്റൊരു തരത്തിലുള്ള മാർഗം പോലും ഇനി ഈ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്ന വിഷയത്തിന്റെ മേലെ ആ പാർട്ടിക്കകത്ത് ഇനി പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമാണ് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ പാർട്ടികൾ പൊതുവിൽ ഇത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ബീഹാർ ബേസ്ഡ് ആയിട്ടുള്ള ലിബറേഷൻ, CPIM ലിബറേഷൻ പോലുള്ള ദിവാങ്കർ ഭട്ടാചാര്യയുടെ ലിബറേഷൻ പോലുള്ള ഇവർ തമ്മിലുണ്ടായ ഒരു വലിയ ഒരു ഐക്യനില രൂപം കൊണ്ടിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിനകത്ത്. ആ ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടിരിക്കുന്ന ഐക്യനിര എന്ന് പറയുന്നത് മുഴുവൻ തരം എന്താന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു എന്താ പറയുക ജനാധിപത്യപരമായ അവസ്ഥയിൽ, അതായത് തിരഞ്ഞെടുപ്പുകൾക്ക് കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്ന ഡയലോഗുകളിലൂടെ പൊതുജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക, പബ്ലിക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന അവസ്ഥയിലേക്ക്. അതിന് പകരം ഇവിടെ വരുന്ന ഇയാൾ കൊണ്ടുവരുന്ന സംഭവം മുഴുവൻ തന്നെ ഗൂഢവാദമാണ്, കംപ്ലീറ്റ് ഗൂഢവാദമാണ്. അപ്പൊ ഇത്തരം ഒരു ഗൂഢവാദം കൊണ്ടുവന്ന് ചെയ്തതിന്റെ ഫലമാണ് എന്തായെന്ന് ഇവിടുത്തെ പാർട്ടി എന്തായത് പൊതുജനങ്ങളിൽ നിന്ന് അകലുന്നു. ഒന്ന്. രണ്ട്, പൊതുജനങ്ങൾ പറയുന്നതൊന്നും ഇയാൾക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ കാര്യമില്ലായ്മയുടെ പരസ്യമായ ധിക്കാരവും അഹങ്കാരവുമാണ് ശരിക്കും ഈ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ ജീപ്പും ബസ് വാങ്ങി അതവസാനം ഇപ്പൊ എന്താ പറയാ ആട്ടാറ പോലെയായിട്ട് ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഉപേക്ഷിച്ചിരിക്കുന്ന ആ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി കൊണ്ടുവരുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നിങ്ങളുടെ സ്ഥലം ആലപ്പുഴയല്ലേ, ഈ ആലപ്പുഴയിൽ തന്നെ ഇതാക്കുന്ന ഏതൊരു സ്കൂളിലേക്കല്ലേ പോകാൻ മതില് പൊളിച്ചിട്ടാണ് ഇയാൾ പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ കാണിച്ചു വെച്ചിരിക്കുന്ന ചീനൽ പറഞ്ഞ ശരിക്കും ശുദ്ധ തെമ്മാടുത്തെന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയുന്നില്ല. ഇവരെന്ത് വാക്കാ ഇതിനെ പ്രയോഗിക്കുക? അതുപോലും അത് ശരിയാണ് എന്ന് വാദിക്കാനുണ്ടായിരിക്കുന്ന ആളുകളെ പോലും ഇയാൾ കമ്മിറ്റിയിൽ നിലനിർത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള ആളുകളെ കൊണ്ട് അത് ന്യായീകരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് കൂട്ടുനിന്ന് കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ക്രമസമാധാന ചുമതല ഉണ്ടായിരിക്കുന്ന ഒരു ADGP ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസ് സംവിധാനം ഉണ്ടാകുക. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഏർപ്പാടുകൾ മുഴുവൻ തന്നെ എന്താണ്? ഗൂഢവാദമാണ്. ജനങ്ങളുമായി സംസാരിക്കുക, ജനങ്ങളുമായി സംവേദിക്കുക എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിനൊരു ചോദ്യമില്ലേ? എന്താ ചോദ്യം എന്ന് പറഞ്ഞാല്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? ജനങ്ങളുമായി സംവേദിക്കലാണ്. അതിനകത്ത് പിന്നെന്തിനാണ് ഈ ഗൂഢവാദത്തിന്റെ ആവശ്യം എന്താണുള്ളത്? ഗൂഢവാദത്തിന്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് സാധാരണയിൽ പറയാറുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു പ്രവർത്തകന് ഒരു വലിയ പെശക് സംഭവിച്ചു എന്ന് വന്നാൽ ആ പെശകായിരുന്നു എന്ന് പറയാനൊരു സത്യസന്ധതയുണ്ട്.
ഈ സത്യസന്ധതയാണ് പിന്നീട് പലപ്പോഴും ആളുകളുടെ ഭാഗത്ത് പരിഹസിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയത്തെ പരിഹസിക്കുന്നത് 10 കൊല്ലം കഴിഞ്ഞാലാണ് ഇവർക്ക് ബുദ്ധിക്ക് വെളിവ് വരിക എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്നതിന്റെ പരിഹാസത്തിലൂടെ. കാരണം ഈ ഡയലോഗുകൾ ഇല്ലാതായി തീർന്നതിന്റെ ദുരന്തമാണിതെല്ലാം. യഥാർത്ഥത്തിൽ ഡയലോഗുകളിലൂടെ, സംവാദങ്ങളിലൂടെ പാർട്ടിയെ കൃത്യമായി ഒരു ജനാധിപത്യത്തിന്റെ ചേരിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ പൊതുസ്വീകാര്യ മണ്ഡലത്തേക്ക് വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്കകത്ത് സീതാറാം യെച്ചൂരിയുടെ ഒരു എന്താ പറയാ അതിഗംഭീരമായിരിക്കും അദ്ദേഹത്തിന്റെ റോളുണ്ട് അതിനകത്ത്. ആ റോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കകത്തുണ്ടായിരിക്കുന്ന മിക്കവാറും പാർട്ടികളെ തമ്മിലുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് കൃത്യമായിരിക്കുന്ന ഒരു എന്താ പറയാ അതിന്റെ അകത്ത് കയറി ചെന്ന് ഇടപെടാൻ പറ്റാവുന്ന അവസ്ഥയിൽ അതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൗമ്യൻ എന്ന് വിളിക്കുന്നത്. അതാണ് സൗമ്യൻ. ഈ സൗമ്യത എന്ന് പറയുന്നത് എന്താ, നിലപാടിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി യുക്തിഭദ്രമായി ലോജിക്കലി പ്രൂവ്ഡ് ഇന്ന കാരണങ്ങളാലാണ് ഈ സാധനം ഈ ഒരു നിലപാടെടുക്കുന്നത്. അതിന് ഒരു കൗണ്ടർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് നിങ്ങൾ എന്താണെന്ന് പറ. അപ്പൊ മറുഭാഗം എന്താ വെച്ചാൽ കൗണ്ടർ ആർഗ്യുമെന്റ് ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഇപ്പുറത്തുള്ള വിജയമല്ല ശരിക്കത്, അല്ല, മറിച്ച് എന്താണ് സംഭവിച്ചത്, അപ്പുറത്തുള്ള രാഷ്ട്രീയത്തിന്റെ പരാജയമാണ്. ഇങ്ങനെ വരാവുന്ന, വളരെ സത്യസന്ധമായി വരാവുന്ന ഒരു രാഷ്ട്രീയ, ജനാധിപത്യപരമായി പോകാവുന്ന ഇത് വളരെ ഗംഭീരമായി യെച്ചൂരി പ്രയോഗിച്ച ഒരു സ്ഥലമാണ് ശരിക്കും നേപ്പാൾ. അപ്പൊ അതിൽ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് അനുഭവത്തിന്റെ ഒരു രീതി അദ്ദേഹം രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങൾക്കകത്ത് പോലെ ഇത് പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന സംവിധാനത്തിലുണ്ടായിരിക്കുന്ന ഒരു സൂക്ഷ്മതയാണ് വാസ്തവത്തിൽ. ഇത്തരം ഒരു സൂക്ഷ്മതയുള്ള ഒരാൾ പക്ഷേ ആ വരുന്നയാൾ, ഇപ്പോഴും ഞാൻ പറഞ്ഞു, വരുന്നയാൾ ഒരിക്കലും എന്തായിരിക്കാൻ സാധ്യതയില്ല. ഇതുപോലുള്ള ഒരു എന്താ പറയാ പവർ ബാലൻസിങ് അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യുന്ന ഒരാളായി ബാലൻസ് ചെയ്തു പോകുന്ന ആളായിരിക്കൂല മിക്കവാറും. ഇനി അത്തരം ബാലൻസിങ് ഫാക്ടറിലൂടെ പോകാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ കേരള ഘടകത്തിന്റെ ഈ ഒരു തലതിരിഞ്ഞ ഇടപാട് അപകടം ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യവും കണിശവും കണ്ണിലുമായ തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരിക്കും ഇനി അതിനകത്ത് വരിക. അതിന്റെ ഇടയ്ക്ക് വരുന്നെല്ലാം പറയുന്ന പേരുകളെല്ലാം തന്നെ പത്രക്കാർക്ക് സൗകര്യമുള്ള കുറെ ആളുകളുടെ പേരടിക്കുന്നു എന്നല്ലാതെ അതിനകത്തൊന്നും യാഥാർത്ഥ്യമായിട്ട് ഒരു പുലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത അതിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന്റെ കുറ്റിയായി നിൽക്കുന്ന ഒരു സ്ഥലം, ആങ്കറിംഗ് പോയിന്റ് ആയി നിൽക്കുന്ന സ്ഥലം ത്രിപുരയിൽ BJP നേടിയിരിക്കുന്ന ഈ വലിയ വിക്ടറി. രണ്ടാമത് ഇപ്പൊ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി സംഭവമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ എങ്ങനെയാണ് പിന്നെ അവിടെ പാർട്ടിക്ക് നിൽക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യമാണ് വാസ്തവത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വളർന്നു വരുന്ന ഒരു മുന്നണിയുടെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രാധാന്യവും പ്രസക്തിയും ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അയ്യപ്പദാസ് പറഞ്ഞിരിക്കുന്ന പേരുകൾക്കകത്ത് വിട്ടിരിക്കുന്നതാണ് ഇയാളുടെ ഇതിന്റെ കാര്യം ഒന്ന് ആലോചിക്കട്ടെ. അവിടെ അതെന്താണ്, അല്ല ഇവർക്ക് ഈ പത്രക്കാരനായിട്ടുള്ള ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ചില ആളുകളെ ചില ആളുകളെ നമ്മളെ പേര് എഴുതണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നവരുണ്ട്. അപ്പൊ അതെല്ലാം വരെ അത് തള്ളിക്കളഞ്ഞാൽ മതി, അതിലേക്കൊന്നും അത് പോവില്ല. കാരണം സീതാറാം യെച്ചൂരി വളരെ കൃത്യമായി എന്താ പറയാ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു വഴി ഉണ്ടതിൽ. അപ്പൊ ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാനായിരിക്കും കൃത്യമായും പാർട്ടിയുടെ ലീഡർഷിപ്പിന് താല്പര്യം ഉണ്ടായിത്തീരുക. അല്ലാതെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇയാളുമായി ബന്ധമുള്ള ചില എന്താ പറയാ പേനകുന്തികളുണ്ട്. ഈ പേനകുന്തികളുടെ താല്പര്യം പേനകുന്തികളോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന തനി ഗിമ്മിക്കുകളാവാൻ മാത്രമേ വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായും പാർട്ടി ആ അർത്ഥത്തിൽ പ്രതിസന്ധിയെ അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് പ്രതിസന്ധിയെ നേരിടുമെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലൈനിന്റെ മേലെ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള സാധ്യത ഇനി ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇങ്ങനെ എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് ഷാജിയേട്ടൻ പറയുന്നത്, അല്ലെ? അതായത് പൊളിറ്റിക്കൽ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ ലൈനിന്റെ പ്രതിസന്ധിയാണ്. CPIM ഇല്ല. അതെ, അപ്പൊ സഹ യെച്ചൂരി തെളിച്ചിട്ട പാത മുന്നിലുണ്ട്. അപ്പോ അങ്ങനെ ഒരു ക്രൈസിസ് CPM ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഒരു ഇടത് സഹയാത്രികനായ താങ്കൾക്ക് പറയാനുള്ളത്. അതെ, ഞാനത് ഇത്രയും ഉറപ്പിച്ചും തറപ്പിച്ചു. ആ പൊളിറ്റിക്കൽ ലൈൻ അല്ലാതെ മറ്റൊരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇപ്പൊ പോവുക സാധ്യമല്ല. അങ്ങനെ കഴിയുമോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആകെ ഭരണമുള്ളത് കേരളത്തിൽ, ഏറ്റവും കൂടുതൽ CCയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ളവർ, ബംഗാളിൽ നിന്ന് ആൾ കുറവാണ്, ത്രിപുരയിൽ ആരുമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് സാധ്യതയുണ്ടോ? അല്ല, അതിന് സാധ്യത വരുന്നത് ഇനി ഒരു കാര്യം ഉറപ്പാണ്. ഈ സെൻട്രൽ കമ്മിറ്റി CCയിലേക്ക് ഈടുന്ന് കൊണ്ടുപോയിരിക്കുന്ന ആളുകളെ ഞാൻ പലപ്പോഴും പറയുന്നത് ഒരു വകക കൊള്ളുന്ന ആളുകൾ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്തില്ല. ഇതെല്ലാം ഇയാളുടെ സൗകര്യം, ഇയാൾക്ക് വേണ്ടി അവിടെ കൈകൊതിക്കാനുള്ള ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രമാണ് ഈ സാധനം. വരുന്നല്ല. ഇതൊന്നും ആലോചിക്കുക, ഈ പാർട്ടിക്കകത്ത് സെൻട്രൽ കമ്മിറ്റിക്ക് ഇരിക്കാൻ യോഗ്യതയിൽ എത്ര ആളുകൾ ഇപ്പൊ പുറത്തിരിക്കുന്നുണ്ട്?
അവരെ മുഴുവൻ തന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇയാൾക്ക് ഓശാന പാടുകയോ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ഇയാൾക്ക് കൈകൂട്ടി കൊടുക്കുകയോ ചെയ്യുന്ന ഇയാൾ ഇപ്പോ പിന്നെ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറയാവുന്ന ഒരു വകക്ക് കൊള്ളാത്ത ആളുകളെയാണ് ഇയാൾ സെൻട്രൽ കമ്മിറ്റി കൊണ്ട് കയറ്റിയിരുത്തിയത്. അതിന്റെ ഫലം എന്താണ്? ശരിക്ക് ഒരു പാർട്ടി അതിന്റെ ആഭ്യന്തരമായി അത് ശിഥിലീകരിക്കപ്പെടുന്നു, ദുർബലമാക്കപ്പെടുന്നു, ശിഥിലീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതിന് ഈ ഒരു മഹത്തായ പൈതൃകവും പാരമ്പര്യവും സഹനവും ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയെ അയാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഉപയോഗത്തിന്റെ ഭാഗമായാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അയാൾ കോടതി പോയിട്ട് നടത്തിയിരിക്കുന്ന പ്രസംഗം കണ്ടില്ലേ? ഒരു നാണവും ലജ്ജ എന്നൊരു സാധനമില്ലാതില്ല അയാള് വീണ്ടും സംഘപരിവാറിനെ ചെറുത്ത സംഭവത്തിന്റെ കഥ പറഞ്ഞത്. ആ കഥക്കകത്ത് ഒരു പ്രധാന സംഭവം ഈ കേരളത്തിലെ നിയമസഭക്കകത്ത് പി ടി തോമസ് എന്ന് പറയുന്ന പിന്നെ കോൺഗ്രസിന്റെ MLA അദ്ദേഹം വളരെ വ്യക്തമായി ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ ഈ വിഷയം പിന്നെ പി ടി തോമസ് ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് ഈ പറയുന്ന കൊലപാതകം നടക്കുന്ന ഈ പിന്നെ UK കുഞ്ഞിരാമന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് കൊല്ലപ്പെടുന്ന സമയത്ത് ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഇയാൾ ഒരു അക്ഷര നിയമസഭക്കകത്ത് വിജയാടിയിട്ടില്ല. ഇയാൾ അന്ന് കേരളത്തിലെ നിയമസഭക്കകത്തുണ്ട്, ഈ വിജയൻ ഉണ്ട്, ഒരക്ഷരം ഇയാൾ വിജയാടിയില്ല. കാരണം ഇയാൾക്ക് അറിയാവുന്ന സംഭവം. പിന്നെ ചരിത്രത്തിനകത്ത് പലപ്പോഴും ഈ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ച് ഒരു പുതിയ കഥ വരഞ്ഞു കഴിഞ്ഞാൽ ആ കഥയുടെ കൂടെയാണ് സഞ്ചരിക്കുക. കാരണം ആൾക്ക് ചരിത്രം പഠിക്കാൻ താല്പര്യമില്ല, പാർട്ടി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴുണ്ടായിരിക്കുന്ന നുണ പറഞ്ഞിട്ട് ഈ പറയുന്ന സംഭവം മാത്രം ഉണ്ടാക്കുക. പിന്നെ പരിവാറിനെതിരായി ഏട് ചെറുത്തുറപ്പ് നടത്തിയെന്ന് പറയുന്നവർ എന്ത് ചെറുത്തുറപ്പ് നടത്തിയതിന് UP മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് പിന്തുണ കൊടുത്തേക്കുന്ന ലൈസൺ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നില്ലേ പിന്നെ സാക്ഷാൽ കൃഷ്ണൻ സൂർജിത്ത്. പിന്നെ അവരെ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ വഷളാണ് സംഭവം, വഷളാണ് അതിൽ പറയുന്നത്. നമുക്ക് ചോദിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. അതായത് ചേട്ടൻ പറയുന്നത് പിന്നെ CCയിലെ കേരള ഘടകത്തിന്റെ പ്രാധാന്യം കുറയുന്നു. ഇപ്പോ സഖാവ് യെച്ചൂരിയുടെ നിര്യാണത്തിന് ശേഷം കേരളത്തിലെ പിന്നെ പാർട്ടി അംഗങ്ങളുടെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവിന്റെയും ശക്തി പാർട്ടി കേന്ദ്രതലത്തിൽ CC തലത്തിൽ പോളിറ്റ് ബ്യൂറോ തലത്തിൽ കുറയുമോ എന്നൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് ഈ ചർച്ച തീർച്ചയായും കുറയും. അത് കുറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഒന്ന് വായു തുറന്ന കളവേ ഇയാൾ പറയുള്ളൂ. ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ഇയാൾ നടത്തിയത്. രണ്ടാമത്തെ വിഷയം അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഒരു ഒറ്റ കേഡർ അയാൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു കേഡറും അതുപോലെ കൊള്ളാവുന്ന ഒരു കേഡർ ഉണ്ടായിട്ടില്ല. ഇയാൾ ഓശാന പാടുന്ന ആളുകളില്ലാതെ ഒരൊറ്റ ആളുമില്ല. അതായത് പാർട്ടിയെ സമ്പൂർണ്ണമായി ദുർബലപ്പെടുത്തുകയും പാർട്ടിയുടെ അഖിലേന്ത്യാ പൊളിറ്റിക്കൽ ലൈനിന് വിരുദ്ധമായി സഞ്ചരിച്ച് ഇവിടെ MP കിട്ടുകയാണെങ്കിൽ ആ MP പ്രാമുഖ്യം കൊണ്ട് സെന്ററിനെ എന്താ പറയാ വരച്ച വരയിൽ നിർത്തുക എന്ന ദുരുപദിഷ്ഠിതമായ ബുദ്ധിയായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇയാൾ പ്രയോഗിച്ചത്. അതിന് പൊതുജനം കൊടുത്തിരിക്കുന്ന കൂലിയാണ് ഈ പറഞ്ഞ പോലെ തകർന്നടിച്ച് വീണത്. ഈ തകർന്നടിച്ച് വീഴുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ അത് വീഴുന്നത് അതൊരു പൊളിറ്റിക്കൽ ലൈനിന്റെ പരാജയവുമല്ല, അഖിലേന്ത്യാ തലത്തിലെ പൊളിറ്റിക്കൽ ലൈനിന്റെ പരാജയമല്ല. അതിന് തികച്ചും ഘടകവിരുദ്ധമായ രീതിയിൽ സഞ്ചരിച്ച് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഇയാളുടേതായിരിക്കുന്ന ഒരു ലൈൻ ഇവിടെ പാടിപ്പ് തീർന്നുകൊണ്ടാണ്. അതെന്താണ് തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇയാളുടെ പൊളിറ്റിക്കൽ ലൈനും കൊണ്ട് ഇനി സെൻട്രൽ കമ്മിറ്റി ഒന്ന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരാൾ നോബഡി ഈസ് ഗോയിങ് ടു ക്യാരി ഇറ്റ്, അതർവൈസ് നോബഡി ഈസ് ഗോയിങ് ടു മൈൻഡ് ഇറ്റ്. അത് ഒരാൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അയാൾ എന്താ പറഞ്ഞാൽ അങ്ങേയറ്റം ദുർബലമായി കഴിഞ്ഞു എന്നുള്ള രാഷ്ട്രീയമായി ദുർബലമായി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അയാൾ എന്തെങ്കിലും മറ്റൊരു സംഭവത്തിലൂടെയും അയാൾക്ക് ഇനി ഒരു പഴയൊരവസ്ഥയിലേക്കും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അയാൾക്ക് ഇദ്ദേഹത്തിന്റെ ശില്പത്തികളും ഒന്നുമല്ലാതെ തീരും എന്നതിന് നമുക്ക് ഒന്നുമല്ല. കാരണം ഇതെന്താണ് ഇത് ഒരു കേരളത്തിലെ മുഴുവൻ ജനതയെയും പാർട്ടിക്കാരെയും വഞ്ചിച്ചതിന് ചരിത്രം നൽകുന്ന മനോഹരമായിരിക്കുന്ന ജഡ്ജ്മെന്റാണത്. മനോഹരമായ ജഡ്ജ്മെന്റാണത്. ആ ജഡ്ജ്മെന്റ് ഏറ്റുവാങ്ങുന്നത് മാത്രമേ ഇയാളുടെ മുമ്പിൽ വഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇയാൾ ചെയ്തത് മുഴുവൻ ഇയാളുടെ കുടുംബത്തിനും ഇയാളുടെ സിൽബന്ധികൾക്ക് വേണ്ടി മാത്രമാണ്. പണം ഉണ്ടാക്കുകയും അതിന് പാർട്ടിയെ ബലി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ RSS മാതൃ സംഘടന ഉണ്ടെന്ന് ആ സംഘടന ഉണ്ടാക്കി അതിന്റെ മേലെയും അതിന്റെ വില്ലാളി വീരത്തരം ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് ഈ അവസാന ഘട്ടത്തിൽ റൗണ്ടിൽ പോയി പറ്റിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ചതിയുടെ രാഷ്ട്രീയമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഗൗരവകരമായിരിക്കുന്ന രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ അത്തരം ഒരു വിഷയവുമില്ല. ഇതിന് പണ്ട് യാബാകാലത്തെങ്ങാനുള്ള ഒരു പൊളിറ്റിക്കൽ ലൈൻ എടുത്തിട്ട് വന്നിട്ട് ആ ലൈൻ ഇപ്പൊ നടപ്പിലാക്കണം ചങ്ങ കിടക്കുമോ? അവിടെയാണ് അതായത് ജനാധിപത്യത്തിന്റെ വളർച്ചയും വികാസവും അതിന്റെ പരിണാമ പ്രക്രിയകളും വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സാർവദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം ലോകത്ത് ഇപ്പൊ വളർന്നു വന്നിട്ടുണ്ട്. അത്തരമൊരു വളർന്നു വന്ന പശ്ചാത്തലം നിന്നുകൊണ്ടാണ് ശരിക്കും നമ്മൾ ചെയ്തത്. നമ്മൾ ഈ കേരളത്തിനകത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ചോദ്യം. അന്നേരം എന്റെയും എന്റെ കുടുംബത്തിലെയും എന്റെ താല്പര്യവും മറ്റും സംരക്ഷിക്കപ്പെടാൻ മാത്രമായി ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലൈനിന്റെ ചതിച്ചുകളേനോ?
ആ ചതിച്ചു കിടക്കുന്ന പൊളിറ്റിക്കൽ ലൈനിനെതിരെ ഇതെല്ലാം മനസ്സിലായിട്ട് കൂടി സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വളരെ തന്ത്രശാലിയായിരിക്കുന്ന ഒരാൾ, വളരെ എന്താ പറയുക സൗമ്യനായ അദ്ദേഹം അതിനെ നേരിട്ട് നിന്നില്ല. അതുകൊണ്ട് അങ്ങനെ നേരിടുന്ന ഒരാളായിരിക്കില്ല ഇനി വരുന്നത്. തീർച്ചയായും അത് വളരെ കർക്കശക്കാരനായിരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഈ കള്ള നാണയങ്ങൾ എന്താ പറയുക ചവിട്ടിയിട്ട് ഇതിനകത്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യാം. അതുകൊണ്ട് ഇയാളുടെ അപ്രമാദിത്വത്തിന് വലിയ തിരിച്ചടി സ്വാഭാവികമായും ഉണ്ടാവുമെന്ന് തന്നെയാണ് മിസ്റ്റർ അയ്യപ്പദാസ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായമാണ്. ഏതായാലും ഷാജിയേട്ടാ കുറച്ച് നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. സന്തോഷം. ഞാൻ ഇനിയും വിളിക്കും മറ്റു വിഷയങ്ങളാണ്. താങ്ക് യു. ഓക്കെ.